നമ്മളില് ഭൂരിഭാഗം പേരും മരിക്കാൻ ഭയമുള്ളവരാണ് അല്ലേ? അതായത് മരണം എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുമ്പോ മരിച്ചു പോകുമോന്ന് പേടിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ ഇടയില്. എനിക്ക് തോന്നുന്നു അങ്ങനെ തന്നെയായിരിക്കാം നമ്മളും. എന്തായാലും ആ ഒരു കാറ്റഗറിയിൽ പെട്ടവരാവട്ടെ എന്റെ ശ്രോതാക്കളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അങ്ങനെ കേൾക്കാനാണ് എനിക്ക് ആഗ്രഹം. കാരണം മരണഭയമുണ്ട് എന്നുള്ളതിന് അപ്പുറം വേറൊരു സന്തോഷകരമായ വാർത്ത, നിങ്ങൾക്ക് ജീവിക്കാൻ ഒതുങ്ങുന്ന ഒരു സുഹൃത്ത് ബന്ധം നിങ്ങളുടെ ഇടയിലുണ്ടെന്നും, അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടെന്നും, അതുപോലെ നിങ്ങൾക്ക് അന്തി ഉറങ്ങാൻ നല്ല പാർപ്പിടവും, അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ടെന്നുമാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല ആരോഗ്യമുണ്ടെന്നും. പക്ഷേ ചിലരുടെ ജീവിതം നമ്മൾ കണ്ടിട്ടുണ്ടോ? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. അവര് പണ്ടേ മരിച്ചുപോയി നമ്മുടെ ഇടയിന്ന്. ഒരു ഫ്യൂണറൽ ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ഡെഡ് ബോഡീസ് ഞാൻ കണ്ടിട്ടുണ്ട് ട്ടോ. മാനസികമായിട്ട് മരിച്ചു പോയവര്. അതായത് അവർക്കൊരു ഫ്യൂണറൽ ഡേറ്റ് മാത്രമേ എന്നാ മരിച്ചുപോയ ഡേറ്റ് അവര് മറന്നു പോയിട്ടുണ്ടാവും. കാരണം എന്നോ മരിച്ചുപോയി. വേണ്ടപ്പെട്ടവരാരുമില്ലാതെ, ഒന്ന് സംസാരിക്കാൻ ആരുമില്ലാതെ, ഒരു സങ്കടം വരുമ്പോ ഒരു ആശ്വാസവാക്ക് പറയാൻ ആരുമില്ലാതെ, അല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം കഴിക്കാനില്ലാതെ, അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ട് ഒരു നല്ല ശരീരമില്ലാതെ എന്നോ മരിച്ചുപോയി. പക്ഷേ ഫ്യൂണറലിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാ അവര്. ഇത് ഞാനൊരു കാവ്യാത്മകമായി പറഞ്ഞെങ്കിലും ചില സമയത്ത് നമുക്കെല്ലാം മനസ്സിൽ തട്ടാറുണ്ടല്ലോ ഇങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ജനിച്ച എല്ലാവരും തന്നെ ഒരു സമയത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവണം ഒന്ന് മരിച്ചിരുന്നെങ്കിൽ. കാരണം എന്തുകൊണ്ടാണെന്നറിയോ നമ്മളങ്ങനെ പറയണേ? നമ്മള് പറയണെന്താന്ന് വെച്ച് കഴിഞ്ഞാ, നമുക്ക് മരിച്ചതിന് ശേഷം എന്താണെന്നുള്ള ഊഹാപോഹങ്ങൾ മാത്രേ ഉള്ളൂ. ഇത്രയേറെ മതങ്ങളുണ്ടായിട്ടും അതായത് നമ്പർ ഓഫ് മതങ്ങൾ നമ്മുടെ ഇന്ത്യയിലുണ്ടല്ലേ. അത്രയും മതങ്ങളുണ്ടായിട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്നുള്ളത് വൈരുദ്ധ്യങ്ങളാർന്ന അഭിപ്രായങ്ങളാണ്. പലവിധ ബഹുസ്വരത്തിലുള്ള അഭിപ്രായങ്ങളാണ് മരണശേഷം എന്ത് സംഭവിക്കുന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വിചാരം ഇതിലും ഭേദം മരിച്ചു കഴിഞ്ഞാലോ അത്രയും നല്ലതായിരിക്കും. അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂണറൽ ഡേറ്റ് കാത്ത് കിടക്കുന്ന മരിച്ച കുറേ ഡെഡ് ബോഡികൾ നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ അവരോട് കുറച്ച് കരുണ കാണിക്കണം ട്ടോ. ആരെങ്കിലും അവർക്ക് ജീവിതത്തിൽ ഉണ്ടെന്ന് തോന്നണം. അങ്ങനെയുള്ളവർക്ക് ഒരു മരണഭയം കൊടുക്കാനായിട്ട് നമുക്ക് പഠിക്കാം. കാരണം നമുക്ക് ചുറ്റുമുള്ളവർ മരിക്കാൻ പേടിയാന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ സന്തോഷിക്കുക വേണ്ടേ? കാരണം ഒന്നെങ്കിൽ നമ്മളാലോ അല്ലെങ്കിൽ ചുറ്റപ്പെട്ട മറ്റുള്ളവരാലോ എന്തോ ഒരു സന്തോഷം അവർക്കുണ്ട് ഈ ഭൂമിയില്. അതെല്ലാവർക്കും ഉണ്ടാവട്ടെ. ശരിക്കും മരിക്കാൻ പേടിയുള്ളവരായിട്ട് തന്നെ ഇരിക്കാം.